പാലാ നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസിന്റെ പിന്തുണ ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവിൽ. കോൺഗ്രസ് ഭരണസമിതിക്ക് പിന്തുണയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. നഗരസഭയിൽ 6 മാസക്കാലമായി ഭരണസ്തംഭനമാണ്. ചെയർപേഴ്സണെ തടസ്സപ്പെടുന്ന ഒരു നടപടിയും പ്രതിപക്ഷം സ്വീകരിച്ചിട്ടില്ല. എല്ലാ തരത്തിലും സഹകരിച്ചിട്ടുണ്ട്. അവിശ്വാസം പാസ്സായാൽ പരിശോധിച്ച ശേഷം തുടർ തീരുമാനമെടുക്കും. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ഇവിടെ ഒരു ഭരണസ്തംഭനം ഉണ്ടായിരുന്നു. ഞാൻ പലവട്ടം സൂചിപ്പിച്ചതുപോലെ ഒരു ചെറുപ്പക്കാരത്തിയായ ചെയർപേഴ്സന് ശരിക്കും പറഞ്ഞ ആദ്യമായിട്ട് അധികാരത്തിൽ കയറി കഴിയുമ്പോൾ അവരെ തടസ്സപ്പെടുന്ന ഒരു നടപടി ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ല. കാരണം ഫിനാൻസ് കമ്മിറ്റിയിൽ ബഡ്ജറ്റ് പാസ്സാക്കണം, ഫിനാൻസ് കമ്മിറ്റി പാസ്സാക്കണം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഫിനാൻസ് കമ്മിറ്റി ഞങ്ങൾക്കാണ് ഭൂരിപക്ഷം. എങ്കിൽ പോലും കേരളത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടോ? ഫിനാൻസ് കമ്മിറ്റി അത് പാസ്സാക്കി കൊടുക്കുകയത് അവർക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാസ്സാക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സഹകരണമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊട്ടാരമറ്റം ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വന്നൊരു കാരണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തിനൊരു കാരണം വേണ്ടേ? അതിനൊരു കാരണത്തേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ പാലായിൽ ഒരു ഭരണ സ്തംഭനമുണ്ട്, ഒരു ഏകോപനമില്ലായ്മയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇതിലേക്ക് മുന്നോട്ട് പോയത്. കോൺഗ്രസിന് പിന്തുണ ലഭിക്കുമെന്ന് നമ്മൾ പറയാൻ കാരണം അതല്ലല്ലോ. നമ്മൾ കോൺഗ്രസുമായിട്ട് ധാരണയിലല്ല. കാരണം ഞങ്ങളല്ലല്ലോ ആദ്യം സാങ്കേതികമായിട്ട് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ കൊടുത്തെങ്കിലും യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് അവിശ്വാസം രേഖപ്പെടുത്തി അവരൊറ്റക്കെട്ടായിട്ട് അവരുടെ മണ്ഡലം കമ്മിറ്റിയല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റും. പക്ഷെ മണ്ഡലം കമ്മിറ്റി രേഖപ്പെടുത്തിയ പ്രമേയം ഇതുവരെ നടന്ന് കോട്ടയത്ത് എത്തിയിട്ടുള്ളതാണ്. അല്ല, അത് എനിക്ക് മനസ്സിലാത്ത കാര്യം. അത് അവരുടെ കാര്യമാണ്. ഞാൻ പറയാം. ആദ്യം ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞത് കൂടുതലുള്ള ഒരാളെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ രാജിവെക്കുന്നതാണ്. അതൊക്കെ മാധ്യമങ്ങൾക്ക് കേട്ട കാര്യം കേട്ടോ. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. രണ്ടാമത് പറഞ്ഞു ഒരു ഇതിൽ കൂടെ ഇവിടെയുള്ള 4 പേർ, അത് ഞാൻ 4 പേര് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ മുഴുവൻ പേരും പറഞ്ഞു. ഇപ്പം ചിലപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ രാഹുൽ ഗാന്ധി വരെ പോകേണ്ടി വരുമായിരിക്കും. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അത് അവരുടെ കാര്യമാണ്. ചിലപ്പോൾ രാഹുൽ ഗാന്ധി വരെ പറഞ്ഞാലേ ചിലപ്പോൾ ഈ പ്രശ്നം തീരും. അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വലിയൊരു ആരോപണമായിരുന്നു കേരള കോൺഗ്രസ് ആണ് കഴിഞ്ഞ കാലങ്ങളെല്ലാം ഭരിച്ചിരുന്നതെന്നും അതുപോലെ ചെയർമാന്മാർ മാറി മാറി വരുന്നതെന്നും ഒക്കെ വലിയ ആരോപണമായിരുന്നു. പക്ഷേ യഥാർത്ഥം ഇപ്പം പൊതുജനം പറയാൻ തുടങ്ങിയില്ലേ? കേരള കോൺഗ്രസിന്റെ ഭരണമായിരുന്നു പാലായ്ക്ക് നല്ലതെന്ന് പറയാൻ തുടങ്ങിയില്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ. അത് ആര് വന്നാലും ഇപ്പം പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ഈ കുമാരി ജിയാബിന് ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴും ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ വികാസം നടത്തുന്നിട്ടില്ലോ. നിങ്ങൾക്കറിയാമല്ലോ ഏതെങ്കിലും പ്രോജക്റ്റ് പാസ്സാക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അപ്പം ഇപ്പം സ്വാഭാവികമായിട്ട് സംഭവിച്ചാൽ അവരിലെ ആൾക്കാർ തന്നെ അവർ തന്നെ സ്വയം മനസ്സിലാക്കി വിശ്വാസമില്ലെന്ന് അവർ പറഞ്ഞേക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലായിലെ പൊതുജനം ഞങ്ങളോട് ആവശ്യപ്പെട്ടു. പാലായിലെ പൊതുജനം ഈ ഭരണം മടുത്തു. കാരണം ഒരു കാര്യം കൂടെ നടക്കുന്നില്ല. കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം ഞാൻ ആശുപത്രി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 6 മാസം ഇത് ചെയർപേഴ്സണായിട്ട് 6 മാസമായി. ഞങ്ങൾ ശക്തമായ സ്വാധീനം ചെലുത്തിയതിനു ശേഷമല്ലേ ഈ 6 മാസത്തിന് ശേഷം വിളിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കി മുനിസിപ്പലിന് ഒരു കൗൺസിൽ കൂടുക. കൗൺസിൽ കൂടുമ്പോൾ ഒരു വിഷയത്തെ തമ്മിൽ സംസാരിക്കാൻ കൗൺസിലിന്റെ അധികാരമാണ്. ചെയർപേഴ്സൺ അത് സീനിയർ ചെയർപേഴ്സന്മാരും ചെയർമാന്മാരും ഒക്കെ ഞങ്ങളുള്ളൂ. അവരോട് സംസാരിക്കാൻ പോലും അവസരം തരുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഇവിടെ ഫയൽ മോശം പോയെന്ന് പറഞ്ഞാൽ ഞങ്ങളാണോ പറഞ്ഞത്? അവർ തന്നെയല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സർവ്വ മേഖലയിലും പാലാ മുനിസിപ്പാലിറ്റിക്ക് ഒരു ഭരണം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനം ഞങ്ങളോട് ചോദിക്കത്തില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇതന്നെ ഇപ്പം നിലവിലുള്ള ഭരണസമിതി അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പോലും ചോദിക്കുകയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ഭരണം വരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് മുന്നോട്ട് വരുന്നത്. പിൻസീറ്റ് ഡ്രൈവിംഗിലൂടെ നഗരസഭാ ഭരണം എക്കാലത്തും മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. ഭരണത്തിലുള്ളവർ തന്നെ നിലവിലെ ഭരണം മടുത്തു കഴിഞ്ഞു. ആശുപത്രി മീറ്റിംഗ്, മഴക്കാലപൂർവ്വ ശുചീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിപക്ഷം ഇടപെടേണ്ടി വന്നു. കൗൺസിൽ യോഗങ്ങളിൽ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല. കൊട്ടാരമറ്റം ഡിവൈഎഫ്ഐ വിഷയത്തിൽ കോൺഗ്രസ് സഹകരിച്ചതുകൊണ്ടല്ല അവിശ്വാസം കൊണ്ടുവന്നത്. കുടുംബ കൂട്ടായ്മയുമായി സഹകരിച്ചുകൊണ്ട് ഭരണം വേണ്ടെന്ന് നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചതാണ്. സുസ്ഥിരമായ ഭരണമാണ് വേണ്ടത്. അവിശ്വാസം പാസ്സായാൽ പാലാ അനാഥമാകില്ല. കേരള കോൺഗ്രസ് ഭരണമാണ് പാലായ്ക്ക് നല്ലതെന്ന് ജനം പറഞ്ഞു തുടങ്ങിയതായി ബിജു പാലുപടവിൽ പറഞ്ഞു.